ഹായ്, ഞാൻ ബീന കൃഷ്ണ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇന്ത്യൻ സിസ്റ്റം എന്താണെന്നാണ്. ഇന്ത്യൻ സിസ്റ്റം നോക്കൂ നിങ്ങളെ, ആദ്യം നമുക്ക് ഇതിൻ്റെ ഓർഡർ അറിയണം. അതായത് കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ? വൺസ്, ടെൻസ്, 100, 1000, 10,000, ലാക്ക്, 10 ലാക്ക്, ക്രോറ്, 10 ക്രോറ് എന്നിങ്ങനെ അങ്ങനെ അങ്ങോട്ട് പോകുന്നതാണ് ഇന്ത്യൻ സിസ്റ്റം. അതിൽ നമുക്ക് ഏകദേശം ക്രോറ് വരെ മതി. നോക്കിയേ, വൺസ്, ടെൻസ്, 100, 1000, 10,000, ലാക്ക്, 10 ലാക്ക്, ക്രോറ്. ഇന്ത്യൻ സിസ്റ്റം എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾ ആദ്യമേ ഈ ഓർഡർ പഠിക്കണം. മനസ്സിലായോ? ഇന്ത്യൻ സിസ്റ്റം എന്ന് കേട്ടാൽ നിങ്ങൾ ആദ്യമേ ഈ ഓർഡർ പഠിക്കണം. പിന്നെ എന്താണ്ടേ, വൺസ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ലാസ്റ്റിൽ നിന്ന് അങ്ങോട്ടാണ് കേട്ടോ. നമ്മുടെ ആരോ മാർക്ക് കൊടുത്തേക്കുന്നുണ്ടോ? ഒരിക്കലും നമ്മൾ ഇങ്ങനെയല്ല വൺസ് ടെൻസ് ചെല്ലുന്നത്. എപ്പോഴും എന്താ ഇങ്ങനെ വൺസ്, ടെൻസ്, 100, 1000, 10,000, ലാക്ക്, 10 ലാക്ക്, ക്രോറ്. ഇതെവിടെ എഴുതി വെച്ചിട്ടുണ്ട്, സ്പെല്ലിംഗ് ഉൾപ്പെടെ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ എത്ര വൺസാണ്? 9 വൺസ്. 3 എന്ന് പറയുന്നത് എന്താ, ടെൻസ് ആണ്. 3 ടെൻസ് എന്ന് വെച്ചാൽ 30 ആണ്. 6 എന്ന് വെച്ചാൽ 100 ആണ്. 100 എന്ന് വെച്ചാൽ 600. 7,000 അത് നമുക്കറിയാമല്ലോ ഇല്ലയോ? വൺസ്, ടെൻസ്, 100, 1000, 10,000, ലാക്ക്, 10 ലാക്ക്, ക്രോറ്. ഇത്ര ഈ ഓർഡർ നല്ലപോലെ അറിയണം കുഞ്ഞെ, ഇന്ത്യൻ സിസ്റ്റം പഠിക്കണമെങ്കിൽ. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഇത് ഇതാണ്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഇതിൻ്റെ കോമ ആയിട്ട് എഴുതാൻ, പ്രത്യേകിച്ച് CBSE 4, 5, 6 ക്ലാസ്സിൻ്റെ ടെസ്റ്റിൽ കിടപ്പുണ്ട്. ഒന്നാമത്തെ ചാപ്റ്ററിൽ തന്നെ കിടപ്പുണ്ട് ഇന്ത്യൻ സിസ്റ്റത്തിനെ കോമ ആയിട്ട് എഴുതാൻ. അപ്പോൾ നിങ്ങൾ എന്താ ഓർക്കേണ്ടത്? ഇതാണ്ട് ലെഫ്റ്റ് ഇങ്ങോട്ടുണ്ടോ, ലെഫ്റ്റിലോട്ടാണ് പോകുന്നത്. നമ്മൾ പേജ് ഇങ്ങനെ മറിക്കത്തില്ലേ എന്ന് പറയുന്ന പോലെ ലെഫ്റ്റിലോട്ടാണ് ഇതിൻ്റെ ആരോ പോകുന്നത്. അങ്ങനെ എങ്കിൽ എങ്ങനെയാണെന്ന് നോക്കിയോ നിങ്ങളെ കോമ എഴുതുന്നത്. എപ്പോഴും ഓർക്കണം, ഇന്ത്യൻ സിസ്റ്റത്തിൽ നമ്മൾ ഞാൻ എപ്പോഴും ഇവിടെ പഠിപ്പിക്കുന്നത് ഓരോ വീടായിട്ട് തിരിക്കണം. ഫസ്റ്റ് വീട്ടിൽ 3 പേര്, രണ്ടാമത്തെ വീട്ടിൽ 2 പേര്, മൂന്നാമത്തെ വീട്ടിൽ 2 പേര്, അങ്ങനെ അങ്ങോട്ട് പോകുന്നതാണ് ഇന്ത്യൻ സിസ്റ്റം. പഠിക്കാൻ എളുപ്പമല്ലേ? എന്താണ്, ഫസ്റ്റ് വീട്ടിൽ 3 പേര്, പിന്നെ അങ്ങോട്ട് എത്ര വീടുണ്ടെങ്കിലും അവിടെ ഈ 2 പേര് വെച്ചേ ഉള്ളൂ എന്ന് ഓർത്തോണം. അത് എടുത്ത് പറയാനുള്ള കാരണം ഇൻ്റർനാഷണൽ അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ് ഇന്ത്യൻ സിസ്റ്റത്തിൽ അത് എടുത്ത് പറയുന്നത്. എന്താണ്, ഇന്ത്യൻ സിസ്റ്റത്തിലാണ് നമ്മൾ പഠിക്കുന്നത്. ഇന്ത്യൻ സിസ്റ്റത്തിൽ 3, 2, 2, 2 ഈ കോമ ഓർത്തോണം. ഫസ്റ്റിൽ നമ്മൾ നോക്കിക്കോ, കോമ ഇടുന്നത് 3, ആദ്യത്തെ വീട്ടിൽ 3 പേര്. പിന്നെ നമ്മൾ എത്ര ഉണ്ടെങ്കിലും 2, 2, 2, ഇവിടെ ഇപ്പോൾ ലാസ്റ്റിൽ ഒന്ന് വന്നുകൊണ്ട് ഇപ്പുറത്തുണ്ടായിരുന്നെങ്കിൽ ഇപ്പുറത്തിടും കേട്ടോ. മനസ്സിലായി? എത്ര ഇങ്ങോട്ടാണ് 3, 2, 2 എന്ന് പറഞ്ഞാണ് കോമ ഇടേണ്ടത്. കോമയിൽ എന്തെങ്കിലും സംശയമുണ്ടോ നിങ്ങളെ? ഇന്ത്യൻ സിസ്റ്റമാണ് പഠിക്കുന്നത്. ഇന്ത്യൻ സിസ്റ്റത്തിൻ്റെ ആദ്യമേ ഈ ഓർഡർ പഠിക്കണം. ഓർഡർ പഠിച്ചു കഴിഞ്ഞാൽ ഇതിനെ പ്ലേസ് വാല്യൂ എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാലും ഇങ്ങനെ എഴുതാം. എങ്ങനെ എഴുതും പ്ലേസ് വാല്യൂ? 9 1 ആണ്, 3 30 കണ്ടോ, ഇതാണ് പ്ലേസ് വാല്യൂ. ഇതിനെ നിങ്ങൾ നിരത്തി എഴുതുന്നത് പ്ലേസ് വാല്യൂ എന്നും പറഞ്ഞാൽ എഴുതാൻ പറ്റും. ഇങ്ങനെ എഴുതിയാലും ഇതിൻ്റെ പ്ലേസ് വാല്യൂ ആണ്. കോമ എഴുതാൻ ക്വസ്റ്റ്യൻ ഞാൻ ടെസ്റ്റിൽ കണ്ടുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. 3, 2, 2 എന്നാണ് ഇന്ത്യൻ സിസ്റ്റത്തിൻ്റെ കോമ. പിന്നെ നിങ്ങളുടെ അടുത്ത ക്വസ്റ്റ്യൻ, ഇതിനെ എക്സ്പാൻഡഡ് ഫോമിലോട്ട് മാറ്റാൻ. എന്താണ്? എക്സ്പാൻഡഡ് ഫോമിലോട്ട് മാറ്റാൻ. അപ്പം നിങ്ങൾക്ക് എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം നിങ്ങളെ. ആദ്യമേ നിങ്ങൾ എന്താ, തന്നിരിക്കുന്ന സംഖ്യ മൊത്തം എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കുക. തന്നിരിക്കുന്ന ഡിജിറ്റുകൾ മൊത്തം എത്രയുണ്ടെന്ന് എണ്ണി നോക്കുക. നോക്കി, 1, 2, 3, 4, 5, 6, 7, 8 എണ്ണം ഉണ്ടല്ലോ. 8 എണ്ണത്തിൻ്റെ ഫസ്റ്റ് ഏതാ? 3. ആ 3യെ അതുപോലെ എഴുതിയിട്ട് 8ൽ നിന്ന് 1 അങ്ങ് പോയി, ബാക്കി 7 0 അങ്ങിട്ട് കൊടുത്താൽ മതി. 1 ഇട്ടിട്ട് വേണേ 7 0 ഇടാൻ കേട്ടോ. ഇനി അടുത്ത ഡിജിറ്റ് ഇട്ടിട്ട് 7ൽ നിന്ന് പോയാൽ 6 0, 5 0, 4, 3, 2, 1 കണ്ടോ. ഓർഡർ മനസ്സിലായോ? ഇങ്ങനെ പഠിക്കാമെങ്കിൽ നിങ്ങൾക്ക് തെറ്റാതെ എഴുതാൻ പറ്റും. ഇനിയും നിങ്ങൾക്ക് തെറ്റുന്നതെന്ന് വെച്ചാൽ ഈ ഇൻറ്റും പ്ലസ്സും എവിടെ ഇടുന്നതെന്നാണ്. അതിനുള്ള എളുപ്പവഴിക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഇട്ടത്. കണ്ടോ, ഇവിടെ ഇട്ടത്. ഇനി പരീക്ഷയ്ക്ക് ഇങ്ങനെ എഴുതി വെക്കല്ലേ നിങ്ങളെ. ഇത് നിങ്ങൾ നിരത്തിയാണ് എഴുതി വെക്കേണ്ടത്. മനസ്സിലായോ? ഇത് നിങ്ങൾ നിരത്തി, ഇത് അറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ എഴുതിയത്. ഇങ്ങനെ എഴുതിയാലും മാർക്ക് കിട്ടും. എന്നാലും എക്സ്പാൻഡ് ഫോം എന്ന് വെച്ചാൽ അതായത് 3 ഇൻറ്റു എത്ര 1 ഇട്ടിട്ട് എത്ര 0 ഉണ്ട്? 7 0 അല്ലേ? 7 0 പ്ലസ് പിന്നെ അതിൻ്റെ ഇപ്പുറത്താണ് എഴുതേണ്ടത് എന്താ 4 ഇൻറ്റു എന്താ ഇത് 6 0 എത്ര 7 0 6 അല്ലേ 3 6 0 അതിൻ്റെ അപ്പുറത്ത് അത് കഴിഞ്ഞ് പ്ലസ്. ഇങ്ങനെ നേരെയാണ് എഴുതേണ്ടതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്.
മനസ്സിലായോ? ഇത്ര എഴുതുന്നതാണ് നിങ്ങളുടെ ഒന്നാമത്തെ ചാപ്റ്ററിൽ തന്നെ കിടപ്പുണ്ട് ഇന്ത്യൻ സിസ്റ്റം എന്താണ്. ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടോ? നിങ്ങളെ ഇന്ത്യൻ സിസ്റ്റം ഇനി ഒരു കാരണവശാലും മറക്കരുത്. ആദ്യം നിങ്ങൾ ഈ ഓർഡർ പഠിക്കുക. ഇതെന്ന് വെച്ചാൽ അതിൻ്റെ പ്ലേസ് വാല്യൂ എന്താണ്. കോമ ചോദിച്ചിട്ടുണ്ടോ? കോമ എന്ന് വെച്ചാൽ 3 2 2 എന്നാണ് ഇതിൻ്റെ കോമ. ഇത് അതിൻ്റെ എക്സ്പാൻഡഡ് ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതുന്നതാണ്. ഇതിങ്ങനെ നിരത്തി വേണം എഴുതാൻ കേട്ടോ. ഇത് ഞാൻ നിങ്ങൾക്ക് 0 തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ താഴെ തന്നിരിക്കുകയാണ്. 0 നിരത്തി വേണം എഴുതാൻ. 0 നിരത്തിയല്ല, ഡിജിറ്റുകൾ നിരത്തി വേണം. ഇൻറ്റു ഒന്നും തിരിഞ്ഞു പോകല്ലേ. 3 ഇൻറ്റു 4 ഇൻറ്റു 5 ഇൻറ്റു ആണ് ഇവിടെ ഇൻറ്റു വരുന്നത്, പ്ലസ് ഇവിടെയാണ്. നിങ്ങൾ നിരത്തി ഒരു പേപ്പറിൽ എഴുതി തന്നെ നോക്കി പഠിക്കണം കേട്ടോ. കണക്കൊരിക്കലും കണ്ടുപഠിക്കരുത്. നിങ്ങൾ നിരത്തി എഴുതി നോക്കണേ കേട്ടോ. എന്നിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ. ഇത് ഇന്ത്യൻ സിസ്റ്റമാണ് കേട്ടോ. അടുത്ത ഇതുപോലെ തന്നെയാണ് എന്താ ഇൻ്റർനാഷണൽ സിസ്റ്റം. ഇൻ്റർനാഷണൽ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത നോക്കി കഴിഞ്ഞാൽ ആ ഡിജിറ്റ് തന്നെയാണ്. അതിൻ്റെ ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1s 10s 100 1000 10,000 100,000 മില്യൺ 10 മില്യൺ 100 മില്യൺ പിന്നെ ട്രില്യൺ അങ്ങനെ അങ്ങ് ട്രില്യൺ അതൊന്നും നിങ്ങൾക്ക് വേണ്ട. അപ്പം നിങ്ങൾ ഇത്രയും ഓർത്താൽ മതി. 1s 10s 100 അതിന് ഒരു മാറ്റവും ഇല്ല. അത് ഇന്ത്യൻ ആയാലും ഇൻ്റർനാഷണൽ ആയാലും ആ 3 ഒരു മാറ്റവും ഇല്ല അല്ലേ. 1000നും മാറ്റമില്ല. പിന്നാണ് 1000 10,000 വരെ ഒരു മാറ്റവും ഇല്ല അല്ലേ. 10,000. പിന്നെ നമ്മൾ ഇന്ത്യനിലാണെങ്കിൽ അത് ലാക്ക് പറയും, പക്ഷേ ഇൻ്റർനാഷണൽ ആണെങ്കിൽ അതിനെ 100,000 എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഈ ഓർഡറാണ് ഇൻ്റർനാഷണൽ സിസ്റ്റത്തിൽ പഠിക്കേണ്ടത്. 1s 10s 100 1000 10,000 100,000 മില്യൺ 10 മില്യൺ അങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. മനസ്സിലായോ? ഇതാണ് അതിൻ്റെ പ്ലേസ് വാല്യൂ. ഇനി പ്ലേസ് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 9 ഇപ്പോൾ 10 എന്ന് വെച്ച് കഴിഞ്ഞാൽ 330 അത് ഞാൻ മറ്റേടത്ത് എഴുതിയിട്ടുണ്ട്. അങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. നോക്കി കോമ നോക്കിയേ. ഇനി കോമയുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞു ഈ ലെഫ്റ്റിൽ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ടാണ് പോകുന്നതെന്ന് ഇല്ലേ. ഇന്ത്യൻ സിസ്റ്റത്തിന് 3 2 2 ഇങ്ങനെ അങ്ങോട്ട് 3 2 ഇടല്ലേ കുഞ്ഞുങ്ങളെ. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആരോ മാർക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. എന്താ ഇങ്ങോട്ടേ ഇടാവും. 3 2 2 2 എന്ന് അങ്ങോട്ട്. ഇൻ്റർനാഷണൽ ആണെങ്കിലോ 3 3 3 അതെല്ലാം 3ൻ്റെ വീടുകളാണ് കേട്ടോ. ഓരോ വീടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ. ഫസ്റ്റ് വീട്ടിൽ 3, അത് ഇന്ത്യനും ഇൻ്റർനാഷണലും ആദ്യത്തെ വീട്ടിൽ 3 പേരുണ്ട്. പക്ഷേ ഇന്ത്യൻ സിസ്റ്റത്തിൽ 2 പേര് വെച്ചേ ഉള്ളൂ. പക്ഷേ ഇൻ്റർനാഷണലിൽ ഏത് വീടെടുത്താലും അവിടെ എന്താ 3 പേര് വെച്ച് കാണണമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് ഡിജിറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ 2 പേരേ ഉള്ളൂ. ഓക്കെ, അവിടെ കൊണ്ട് നിർത്തി. എന്നാലും 3 3 3 3 എന്നാണ് ഇൻ്റർനാഷണൽ സിസ്റ്റത്തിൽ പോകേണ്ടത്. ഓക്കെ ആണോ നിങ്ങളെ? ഇനി ഇതിനെ നമ്മൾ എങ്ങനെ ഇൻ്റർനാഷണൽ സിസ്റ്റത്തിൽ പറയുമ്പോൾ ഇതിനൊരു എളുപ്പവഴിയുണ്ട്. ഇപ്പം ഇതിന് 3 ഒരു മാറ്റവും ഇല്ല. ഈ 3 എന്താണ് 1s 10s 100 1000 10,000 100,000. അപ്പോൾ ഇവരുടെ വീട്ടുപേര് 1000 എന്നാണ്. എന്താണ് 1000. എളുപ്പമല്ലേ? ഈ 3 പേരും ഒരു വീട്ടിലല്ലേ. അപ്പോൾ അവരുടെ വീട്ടുപേര് 1000. ഇനി ഇതോ 1000 കഴിഞ്ഞാൽ ആരാണ്? മില്യൻ്റെ വീടാണ്. മില്യൺ അല്ലേ. 1000 കഴിഞ്ഞാൽ മില്യൺ. അപ്പോൾ ഈ മില്യൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഫസ്റ്റ് മില്യൻ്റെ വീട്ടിലല്ലേ. മില്യൻ്റെ വീട്ടിൽ 34 മാത്രമേ ഉള്ളൂ. 1000ൻ്റെ വീട്ടിലോ 587 എന്നാണ്. ഇത് 3 പറഞ്ഞാൽ 580. ഇവിടെ എല്ലാവർക്കും തെറ്റുന്നത് 587. പിന്നെ 639. ഈ ഓരോ വീട്ടിലും ഈ വീട്ടിലെ നമ്പർ എഴുതിയിട്ട് അവരുടെ വീട്ടുപേര് എഴുതി വെക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഈ നമ്പർ എഴുതിയിട്ട് വീട്ടുപേര് എഴുതാൻ എല്ലാവരും മറന്നു പോകുന്നുണ്ട്. ക്ലൂ ആണ് ഞാനീ പറയുന്നത്. അതായത് 34 എന്ന് പറയുന്നത് ഏതാ വീട്ടുപേര്? മില്യൺ അല്ലേ. പിന്നെ 587 എന്ന് പറയുന്ന ആരാണ്? 1000. പിന്നെ 639 അതിനെ നമ്മൾ എങ്ങനെ എഴുതും? 34 മില്യൺ കണ്ടോ. 34 മില്യൺ 587 ഡിജിറ്റ് എഴുതി കഴിഞ്ഞാൽ ആരുടെ എഴുതിക്കോണം? അവരുടെ വീട്ടുപേര് എഴുതണം 1000. പിന്നെ 639. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അതായത് ഇന്ത്യൻ സിസ്റ്റം എഴുതുമ്പോൾ അതിൻ്റെ കോമ തിരിഞ്ഞു പോകരുത്. എന്താ 3 2 2 എന്നും പറഞ്ഞ് ഇങ്ങോട്ടാണ് നിങ്ങൾ ചാടിക്കയറി അങ്ങോട്ട് എണ്ണരുത്. തെറ്റ ഇങ്ങോട്ട് 3 2 2 എന്ന് പറഞ്ഞ്. ഇൻ്റർനാഷണൽ ആണെങ്കിലോ 3 നമ്മൾ പറഞ്ഞു 3 ഇവിടെ ഇങ്ങോട്ടുണ്ടെങ്കിൽ 3 എന്നും പറഞ്ഞ്. ഇപ്പം 3 ഇല്ല, നമുക്ക് 2 ഉള്ളൂ. അപ്പം എത്ര എണ്ണം ഉണ്ടോ അതിൻ്റെ ഡിജിറ്റ് ഏതാണെന്ന് എഴുതുക. എന്നിട്ട് അതിൻ്റെ വീട്ടുപേര്. അടുത്തത് ഡിജിറ്റ് ഏതാണെന്ന് എഴുതുക, അതിൻ്റെ വീട്ടുപേര്. അങ്ങനെ എഴുതിയാൽ നമുക്ക് ആൻസർ ശരിയാവും. ഓക്കെ ഞങ്ങളെ, ഇന്ത്യനും ഇൻ്റർനാഷണൽ മനസ്സിലായല്ലോ. ഇനി ഈ ഡിജിറ്റ് മാറ്റിയിട്ട് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഡിജിറ്റ് ഇട്ടിട്ട് ഇങ്ങനെ എഴുതി നോക്കണം കേട്ടോ. ഓക്കെ, കണ്ടിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് എഴുതി കേട്ടോ. താങ്ക് യു.